ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ മോർ പേഴ്സിനെ കുറിച്ചാണ്, കൂടുതൽ ജോഡികൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൂടുതലായിട്ടൊന്നും ഇതിൻ്റെ അകത്ത് പറയാനൊന്നുമില്ല. നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. നേരത്തെ ചെയ്യുന്നത് ചെറിയൊരു വ്യത്യാസം മാത്രം. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ 2 ക്ലാസ്സിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് തന്നെ ആദ്യമേ കടക്കാം. എക്സസൈസ് പേജ് 84 ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ വായിച്ചതാണല്ലോ. നമുക്ക് ആ ചോദ്യം ചെയ്യാം. പേജ് 84 ഒന്നാമത്തെ ചോദ്യം. There are 30 boys and 20 girls in class 10A and 15 boys and 25 girls in class 10B. One student is to be chosen from each class. What's the probability of both being girls? Now second, what's the probability of both being boys? What's the probability of one being a boy and one being a girl? What's the probability of at least one being a boy? അതായത് ചോദ്യം മനസ്സിലായി കാണുമല്ലോ. 10A 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. 10B 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളും ഉണ്ട്. അപ്പം 2 ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ സെലക്ട് ചെയ്താൽ അവർ 2 പേരും ഗേൾസ് ആവാനുള്ള സാധ്യത എന്താ, 2 പേരും ബോയ്സ് ആവാനുള്ള സാധ്യത എന്താ, ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള സാധ്യത എന്താ, ഒരാളെങ്കിലും എന്താണ് ബോയ് ആവാനുള്ള സാധ്യത എന്താ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പം പേജ് 84 ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം there are 30 boys and 20 girls in class 6. അപ്പം ഞാൻ ഇതുപോലെ 2 ക്ലാസ് വരയ്ക്കുകയാണ്, 10A 10B. അപ്പം 30 ബോയ്സ്, 30 ബോയ്സ് ആൻഡ് 20 ഗേൾസ്, 10A and 15 boys and 25 girls in 10B. ഇങ്ങനെ വരച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ ടോട്ടൽ എത്ര? 30ഉം 20ഉം 50, 15 + 25 40. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് in 10A equals 30 + 20 equals 50. അതുപോലെ 10B ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് in 10B equals 15 + 25 equals 40. അപ്പോൾ ടോട്ടൽ പേഴ്സ് ആണ്. എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 50 × 40 ടോട്ടൽ പേഴ്സ്. 50 × 40 2000 പേഴ്സ് നമുക്ക് കിട്ടും. ഇനി ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട്സ് ദ പ്രോബബിലിറ്റി ബോത്ത് ബീയിങ് ഗേൾസ്? 2 പേരും ഗേൾസ് ആവാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ബോത്ത് ബീയിങ് ഗേൾസ്. നമുക്ക് ഇതിനൊന്നും ഒരുപാട് സ്റ്റെപ്പൊന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ. അപ്പം ബോത്ത് ഗേൾസ്, 2ലെയും ഗേൾസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു ചെയ്താൽ മതി. 20 × 25 20 × 25 ബൈ ടോട്ടൽ എത്ര? 2000 ഈക്വൽസ് 500 ബൈ 2000. ചെറുതാക്കുമ്പോൾ 1/4 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ആൻസർ 1/4 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തത് ബോത്ത് ബീയിങ് ബോയ്സ്, 2 പേരും ആൺകുട്ടികളാവാനുള്ള സാധ്യത. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ?
30 into 15. Probability both being boys. 30 into 15 by 2000 equals 450 by 2000. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 40 9/40 എന്ന് കിട്ടും. രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ പാർട്ട്. ഇനി മൂന്നാമത്തത് 1 boy and 1 girl. ഇങ്ങനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബോയ് ഇൻറ്റു ഗേൾ, ബോയ് ഇൻറ്റു ഗേൾ. പ്രോബിലിറ്റി ഓഫ് 1 boy and 1 girl. 1 boy and 1 girl. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കിട്ടാനുള്ള സാധ്യത 30 into 25 പ്ലസ്, ഇങ്ങനെ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 20 into 15 ഹോൾ ബൈ 2000. എത്ര കിട്ടും? 30 into 25 എന്ന് പറയുമ്പോൾ 750. ഇത് എത്ര വരും? 300 വരും അല്ലേ? ബൈ 2000 ഈക്വൽസ് 1050 by 2000. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പം 21 വരും അല്ലേ? ഇവിടെ 40 വരും. 21/40 ആണ് മൂന്നാമത്തെ ആൻസർ. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട്, നാലാമത്തത്. ഒരാളെങ്കിലും ആൺകുട്ടി ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? രണ്ടുപേരും ആൺകുട്ടി ആയാലും കുഴപ്പമില്ല, ഒരാളെങ്കിലും ആൺകുട്ടി ആയിരിക്കണം. അപ്പം 2 ആൺകുട്ടികൾ എടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നാലാമത്തെ എങ്ങനെ ചെയ്യാം? വാട്ട്സ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീങ് എ ബോയ്? ഒരാളെങ്കിലും ആൺകുട്ടി ആയിരിക്കണം. അപ്പോൾ നമ്മൾ 4 കേസ് ചെയ്തല്ലേ? ബോത്ത് ഗേൾസ് ചെയ്ത്, ബോത്ത് ബോയ്സ് ചെയ്ത്, പിന്നെ 10th A in the boy, 10th B in the girl, 10th A in the girl, 10th B in the boy. ഈ 4 കേസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരാളെങ്കിലും ആൺകുട്ടി ആയിരിക്കണമെന്ന് പറയുമ്പോൾ ബോത്ത് ഗേൾസ് നമുക്ക് വേണ്ട, ബാക്കി ഈ 3 എണ്ണം വേണം. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് ഇതങ്ങ് വായിച്ചേക്കാം. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 being a boy equals probability of both boys, 2 ആൺകുട്ടികളായാലും കുഴപ്പമില്ല, പ്രോബിലിറ്റി ഓഫ് ബോയ് ആൻഡ് ഗേൾ, അതിലൊരു ബോയ് വരുന്നുണ്ട്, പ്രോബിലിറ്റി ഓഫ് ഗേൾ ബോയ്, അതിലൊരു ബോയ് വരുന്നുണ്ട്. ഒരാളെങ്കിലും ആൺകുട്ടി, 2 പേരായാലും കുഴപ്പമില്ല എന്നർത്ഥം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ് എത്രയാ? 30 into 15, 450 by എത്രയാണ്? ടോട്ടൽ പ്രോബിലിറ്റി എത്ര? 2000 അല്ലേ? ടോട്ടൽ ഔട്ട്കം ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. പ്രോബിലിറ്റി ഓഫ് ബോയ് ഗേൾ എത്ര? 30 into 25, 750 by 2000 plus girl boy 20 into 15. 20 into 15 വരുമ്പോൾ എത്ര വരും? 300 by 2000 ഈക്വൽസ് എത്ര വരും? 2000 എത്ര വരും? 750, 450 plus 750, 1200 വരും അല്ലേ? പ്ലസ് 300, 1500. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 20 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. 3 5s 15, 5 4s 15, 3/4 എന്ന ആൻസർ കിട്ടും. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീങ് എ ബോയ്, 3/4.
4. ഇങ്ങനെയല്ലാതെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കാതെ നമുക്ക് വേറൊരു രീതി കൊണ്ടുണ്ട്. ഓർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഈസ് 1. അപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുന്നത് 2000/2000. ഇത് ഗേൾസിൻ്റെ മാത്രം കുറച്ചാൽ പോരെ. ഗേൾസിൻ്റെ എത്ര? 2 ഗേൾസ് 20 × 25 ഈക്വൽസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ് ഈക്വൽസ് 1 മൈനസ് 500/2000. 1 മൈനസ് 5000/500. 5000 അല്ല, 500/2000 കട്ട് ചെയ്യുമ്പം 5/20 1/4 എന്ന് കിട്ടും. 1 മൈനസ് 1/4 ഈക്വൽസ് 3/4. നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടിയില്ലേ രണ്ടാമത്തെ രീതിയിൽ? ആദ്യത്തെ രീതിയിൽ ചെയ്ത് അത്രയും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല, കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് എഴുതാം, കുറച്ചുകൂടെ അടുത്ത് എഴുതാം. ഈക്വൽസ് 1 മൈനസ് 1/4 ഈക്വൽസ് 3/4. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം. 1 is asked to say 2-digit number. What's the probability of both digits being the same? What's the probability of the first being greater than the second? What is the probability of the first digit being less than the second? ചോദ്യം മനസ്സിലായോ? രണ്ടക്ക സംഖ്യ പറയാൻ ഒരാളോട് ആവശ്യപ്പെടുന്നു. അതിൽ രണ്ടക്കങ്ങളും തുല്യമാവാൻ, സെയിം ഒരേപോലുള്ള ആവാൻ സാധ്യത എന്ത്? ആദ്യത്തെ അക്കം വലുതും രണ്ടാമത്തത് ചെറുതുമാകാനുള്ള സാധ്യത എന്താണ്? പിന്നെ തിരിച്ച് ആദ്യത്തെ ചെറുതും രണ്ടാമത്തത് വലുതുമാകാനുള്ള സാധ്യത എന്ത്? നമുക്ക് ഈ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം വായിച്ചാണല്ലോ. അപ്പം ഒരാളോട് 2 ഡിജിറ്റ് നമ്പേഴ്സ് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം ഒരേ അക്കങ്ങൾ വരാനുള്ള സാധ്യത. 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ്? 10, 11, 12 അങ്ങനെ പോയി 99 വരെ 2 ഡിജിറ്റ് നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ 99 വരെ എത്ര എണ്ണം ഉണ്ട്? 90 നമ്പേഴ്സ്. ടോട്ടൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈക്വൽസ് 90. പിന്നെന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഒരേ അക്കങ്ങൾ എന്ന് പറയുമ്പോൾ 11, പിന്നെ 22, 33, 44, 55, 66, 77, 88, 99, 99. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ? 9 എണ്ണം ഉണ്ട് അല്ലേ? 9 എണ്ണമാണ് ടോട്ടൽ number of same digit equals 9. Therefore, probability both digits being same എത്രയാണ്? ടോട്ടൽ ഔട്ട്കം, ടോട്ടൽ നമ്പർ 90. നമുക്ക് ഫേവറബിൾ 9. 90യും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/10 എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നുണ്ട്? ആദ്യത്തെ അക്കം വലുതും രണ്ടാമത്തത് ചെറുതുമായിരിക്കണം. നോക്കാം. നമുക്കിത് അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ പഠിച്ച സമ്മിൻ്റെ ഫോർമുല വെച്ച് ചെയ്യാം. xn is equal to n/2 into first term plus last term. പിന്നെ എത്ര? 1 മുതൽ 9 വരെ. അപ്പം 9/2 into ഫസ്റ്റ് ടേം 1. 1 മുതൽ 9 വരെ കൂട്ടുകയാണ് 9 ഈക്വൽസ് 9/2 into 10 5 45. അപ്പം ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ഗ്രേറ്റർ, പ്രോബിലിറ്റി ഈസ് ഇത്ര total 90. Out of that 45 numbers are greater. So probability first digit being greater, first digit being greater than is greater than second
ഈക്വൽസ് 90-ൽ 45 പേര് ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ആണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 45 ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാം. അപ്പോൾ 1/2 എന്ന് ആൻസർ കിട്ടും. ഇതാണ് രണ്ടാമത്തെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. അപ്പം നേരത്തെ പോലെ നമുക്കിത് നോക്കാം. 10 കഴിഞ്ഞ് എന്താണ് 10 കഴിഞ്ഞ് പിന്നെ 11 എടുക്കണ്ട, സെയിം ഡിജിറ്റ്. പിന്നെ 12, 13, ബാക്കി എല്ലാവരും എത്രയായിരിക്കും? സെക്കൻഡ് നമ്പർ ഈസ് ബിഗർ ദാൻ ദ ഫസ്റ്റ്. അപ്പം ഇത് എത്രണ്ണം വരും? 12, 13, 14, 15, 16, 17, 18, 19. ഇത്രയും അക്കങ്ങൾ വലുതായിരിക്കും. ഇത് എത്ര വരും? 1, 2, 3, 4, 5, 7, 8 എണ്ണം. അപ്പോൾ ഇവിടെ 8 എണ്ണം വരും അല്ലേ? ഇവിടെ എത്ര തൊട്ട്? 12 തൊട്ട് 19 വരെ 8 എണ്ണം. പിന്നെ ഇവിടെ എത്ര? 21 വരെ പോയി അല്ലേ? 20, 21 2 പേര് പോയി. പിന്നെ 29 വരെ. അപ്പോൾ ഇവിടെ എത്ര വരും? 23 തൊട്ട് 29 വരെ എത്ര പേര്? 7 പേര്. കുറച്ചിട്ട് ഒന്ന് കൂട്ടിയാൽ മതി. ഇവിടെ അങ്ങനെ വരുമ്പോൾ എത്ര വരും? 6. ഇവിടെയോ 5. ഇവിടെ 4. ഇവിടെയോ എത്ര? കുറഞ്ഞു വരെ 8, 7, 6, 5, 4. ഇവിടെ എത്ര? 3. ഇവിടെ 2. ഇവിടെയോ 1. ഇതിലേതാണ്? മനസ്സിലായല്ലോ? ഇവിടെ നോക്കിക്കേ. 30, 32, 33, 34 തൊട്ട് അവിടെ വരുന്നത്. 34 തൊട്ട് 39 വരെ. അതും കൂടെ എഴുതിയേക്കാം. ഇവിടെ 45 തൊട്ട് 49 വരെ. 56 തൊട്ട് 59 വരെ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 67 തൊട്ട് 69 വരെ. ഇവിടെ 78, 79. 78, 79 രണ്ടുപേരേ ഉള്ളൂ. 78, 79. ഇവിടെ എത്ര? 89. ഇവിടെ ആണെങ്കിൽ ആരുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സം കാണണം. നമ്മൾ നേരത്തെ ചെയ്ത ആൻസർ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. എന്നെത്ര? 8 എണ്ണേ ഉള്ളല്ലേ? 1 മുതൽ 8 വരെ. 8/2 ഇൻറ്റു 1 + 8 ഈക്വൽസ് 4 ഇൻറ്റു 9 36. 36 നമ്പേഴ്സ് ഉണ്ട്. സം എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര സംഖ്യകളുണ്ട്? രണ്ടാമത്തെ അക്കം എന്താണ്? വലുതായിരിക്കുന്നു. ഇത് രണ്ടാമത്തെ അക്കം വലുത്, ആദ്യത്തെ ചെറുത്. അപ്പോൾ അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 36 എണ്ണം ഉണ്ട്. 36 നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഇനി പ്രോബിലിറ്റി എഴുതിക്കൂടെ? പ്രോബിലിറ്റി ഫസ്റ്റ് നമ്പർ ലെസ് ദാൻ സെക്കൻഡ് നമ്പർ. അതായത് എത്ര? 90-ൽ 36 അല്ലേ? ഇപ്പം എത്ര വരും? 9, 4, 10, 2/5 എന്ന് കിട്ടും. ഇത്രയാണ് ടോട്ടൽ നമ്പേഴ്സ്. 90 ഔട്ട് ഓഫ് ദാറ്റ് 36. അപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2/5 എന്ന് കിട്ടും. ഓക്കെ. ഇപ്പം നമ്മൾ 3 ചോദ്യങ്ങൾ അല്ലേ, 2 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ബാക്കി 3 ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.